Welcome to BSA Main Physics. Paper 4, Atomic and Molecular Physics, Semester 5. And this is class number 34, Non-Rigid Rotator. Non-Rigid Rotator. Molecular Physics Unit. Paper 4, Atomic and Molecular Physics, BSA Main Physics. So what is a non-rigid rotator we can see? In the figure, a two-body problem is shown. A two-body connected by a rod or a bond is given. The bond length is R, the two mass M1 and M2, and if R is not changing, it is called a rigid rotator. It will rotate about the center of mass, about an axis through center of mass, then it is called a rigid rotator. And when this two-body harmonic oscillator, this diatomic molecule becomes a non-rigid rotator. What is a non-rigid rotator? That we see here. When we study this, we come across a very important term known as centrifugal distortion. And centrifugal distortion is a question for, usually a question for your examination, centrifugal distortion. So we see what is non-rigid rotator. The bond length of a molecule increases with J, hence the assumption of a non-rigid body, rigid rotator is only an approximation. അപ്പോൾ ഡയറ്റമിക് മോളിക്യൂളിൻ്റെ ഈ ബോണ്ട് ലെങ്ത് അത് ജെ ആശ്രയിച്ചിരിക്കും. ഇപ്പം ജെ 1 2 3 ഇങ്ങനെ മാറാമല്ലോ. അത് ഒപ്പിച്ച് ആ ബോണ്ട് ലെങ്തിന് മാറ്റമുണ്ടാകും. അത്തരം കേസിൽ ഇത് റിജിഡ് റൊട്ടേറ്റർ അല്ല, ഒരു നോൺ റിജിഡ് റൊട്ടേറ്റർ ആയിട്ട് മാറും. അപ്പോൾ റിജിഡ് റൊട്ടേറ്റർ എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേഷനാണ്. ആ നോൺ റിജിഡ് റൊട്ടേറ്റർ എന്നുള്ള ആർഗ്യുമെൻ്റാണ് കുറച്ചുകൂടി ശരി. കാരണം ജെ കൂടുന്ന ഒപ്പിച്ച് ബോണ്ട് ലെങ്ത് 6 കൂടിക്കൊണ്ടിരിക്കും. In fact, all bonds are elastic to some extent. ഒരു പരിധിവരെ എല്ലാ ബോണ്ടുകളും, ബോണ്ട് ലെങ്ത് എല്ലാ ബോണ്ടുകളും ഇലാസ്റ്റിക് ആണ് ഒരു പരിധിവരെ. There is increase in length with the J value. This means more quickly the diatomic molecule rotate, greater is the centrifugal force. Tending to move atoms apart. This is called centrifugal distortion. അപ്പോൾ വേഗത്തിൽ ഒരു റൊട്ടേറ്റർ കറങ്ങിയാൽ, ഡയാറ്റമിക് മോളിക്യൂൾ കറങ്ങിയാൽ അതിൻ്റെ ബോണ്ട് ലെങ്ത് കൂടും. അങ്ങനെ കൂടുന്നതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ എന്ന് വിളിക്കുന്നത്. ഡിസ്റ്റോർട്ട് ചെയ്യുക, മാറുക എന്നർത്ഥം. ബോണ്ട് ലെങ്ത് കൂടുക, റൊട്ടേഷൻ മൂലം. കൺസിക്വൻസ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ. ഈ സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ്റെ കാരണം, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഈ ബോണ്ട് ലെങ്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, സ്പീഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബോണ്ട് ലെങ്ത് ജെയിനെ ആശ്രയിക്കുകയും സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അത് മൂലമുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ്? കോൺസിക്വൻസസ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ. 2 കോൺസിക്വൻസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഏതാണെന്ന് നോക്കാം നമുക്ക്. There are mainly 2 consequences of centrifugal distortion. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ എന്ന് അതിന് കൺസിക്വൻസ് ചോദിക്കുകയാണെങ്കിൽ ആ റിജിഡ് റൊട്ടേറ്ററിൻ്റെ പടം ഒന്ന് വരച്ചുകൊടുക്കുക. എന്നിട്ട് നോൺ റിജിഡ് റൊട്ടേറ്റർ എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. There are mainly 2 consequences of centrifugal distortion. The first one is, number 1, എന്താണ് ഒന്നാമത്തെ കോൺസിക്വൻസ്? The first one is, when the bond is elastic, the molecule may have vibration. Vibrational energy or vibration energy. The bond will stretch and compress periodically with a certain fundamental frequency dependent upon the atomic masses and the force constant. The bond will
സ്ട്രെച്ച് ആൻഡ് കംപ്രസ് പീരിയോഡിക്കലി ഒരു വൈബ്രേഷൻ ഉണ്ടാകും വിത്ത് എ certain fundamental frequency dependent upon the atomic mass and the force constant. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ബോൾ ലെങ്ത് മാറുമ്പോൾ ഒരു വൈബ്രേഷൻ കോൺട്രാക്ഷൻ ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ ഈ സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ്റെ കൺസിക്വൻസ്. നമ്പർ 2, the second consequence is when the bond is elastic, the bond length R and rotational constant B vary during vibration. When the bond is elastic, the bond length R and rotational constant B vary during vibration. അപ്പോൾ ഒരു നോൺ റിജിഡ് റൊട്ടേറ്ററിൽ ബോണ്ട് ഇലാസ്റ്റിക് ആണ്, ബോണ്ട് ലെങ്ത് മാറും, ബോണ്ട് ഇലാസ്റ്റിക് ആണ്, അതുമൂലം ബോണ്ട് ലെങ്ത് 6 ആൻഡ് റൊട്ടേഷൻ കോൺസ്റ്റന്റ് ബി വേരി, ആറും ബിയും വേരി ചെയ്യും വൈബ്രേഷൻ സമയത്ത്. ദിസ് ഈസ് ബിക്കോസ് വി ഹാവ് ബി. ഇപ്പോൾ ഈ 6 മാറുമ്പോൾ എങ്ങനെയാണ് ഈ റൊട്ടേഷൻ കോൺസ്റ്റന്റ് മാറുക? ബി വി നോ h/8π² IC ജൂൾ മീറ്റർ, മീറ്റർ എസ്റ്റിമേറ്റ് ജൂളില്ല, മീറ്റർ എസ്റ്റിമേറ്റ് ആണ്. റൊട്ടേഷൻ കോൺസ്റ്റന്റ് ബി ഈസ് h/8π² IC മീറ്റർ എസ്റ്റിമേറ്റ് 1. അപ്പം ഇത് ഈ ബോർഡ് ലെങ്ത് കൂടി ഐ മാറി, അപ്പോൾ റൊട്ടേഷൻ കോൺസ്റ്റന്റ് മാറും. ബി സിക്കൾ ടു ഒന്നുകൂടി നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ബി സിക്കൾ h/8π² v² c. അപ്പോൾ അവിടെ ഈ 6 എന്നുള്ളത് ബോർഡ് ലെങ്ത് ആണ്, മ്യൂ റെഡ്യൂസ്ഡ് മാസ് ആണ്. ഇതിൽ എന്താണ് വ്യക്തമാകുന്നത്? ദാറ്റ് ഇസ് ബി പ്രപ്പോർഷണൽ 1/r². So for a non-rigid rotator, we see that the rotational constant B proportional to 1/r², square of the bond length. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ്. അപ്പോൾ ഈ ഇലാസ്റ്റിക് റൊട്ടേറ്ററിൻ്റെ അല്ലെങ്കിൽ നോൺ റിജിഡ് റൊട്ടേറ്ററിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ HF ആണ്, ഹൈഡ്രജൻ ഫ്ലൂറൈഡാണ്. നമ്മൾ റിജിഡ് റൊട്ടേറ്ററായിട്ട് പഠിച്ചത് CO മോളിക്യൂൾ, അതുപോലെ HCl മോളിക്യൂളാണ്, HCl മോളിക്യൂൾ. ഒരു നോൺ റിജിഡ് റൊട്ടേറ്റർ അല്ലെങ്കിൽ ഇലാസ്റ്റിക് റൊട്ടേറ്റർ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് കാണുന്നത് HF മോളിക്യൂളാണ്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂളാണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് HF മോളിക്യൂൾ is a non-rigid rotator where the vibrational frequencies are usually of the order of 10⁻³ centimeter raised to -1, while rotational frequency is of the order of 10 centimeter raised to -1. അപ്പോൾ HF ഒരു നോൺ റിജിഡ് റൊട്ടേറ്ററാണ്, അവിടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ട്, റൊട്ടേഷൻ ഫ്രീക്വൻസി ഉണ്ട്. റൊട്ടേഷൻ ഫ്രീക്വൻസി 10 centimeter raised to -1 ആണെങ്കിൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി 10³ centimeter raised to -1 ആണ്. The spectrum of the non-rigid rotator, elastic rotator, is similar to that of the rigid rotator, except that each line is displaced slightly. അപ്പോൾ ഇതിൻ്റെ ഈ നോൺ റിജിഡ് റൊട്ടേറ്ററിൻ്റെ സ്പെക്ട്രം ഏകദേശം അല്ലെങ്കിൽ ഏതാണ്ട് ഈ റിജിഡ് റൊട്ടേഷൻ സ്പെക്ട്രം പോലെയാണ്. പക്ഷേ ഈ ലൈനിന് ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാകും ഈ ലോവർ വേവ് ലെങ്ത് സൈഡിലേക്ക്. അതാണ് നമ്മൾ ഡയഗ്രത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഈ ഡയഗ്രം ഒരു നോൺ റിജിഡ് റൊട്ടേറ്ററിൻ്റെ സ്പെക്ട്രം റിജിഡ് റൊട്ടേറ്ററിൻ്റെ സ്പെക്ട്രത്തിനൊപ്പം കാണിച്ചിരിക്കുകയാണ്. ദിസ് ഷിഫ്റ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഡയഗ്രം ബിലോ. നോക്കുക, ഈ ഡയഗ്രം ഒന്ന് കെയർഫുള്ളായിട്ട് നോക്കുക. ആ മുകളിൽ നമ്മൾ പിന്നെ 2B 4B 6B 8B അങ്ങനെ 14B വരെ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ 16B വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നേരെ പിന്നെ റിജിഡ് റൊട്ടേറ്റർ ആണ് കാണിച്ചിരിക്കുന്നത്. അത് റിജിഡ് റൊട്ടേറ്ററിൻ്റെ സ്പെക്ട്രമാണ്. താഴെ കാണുന്നത് നോൺ റിജിഡ് റൊട്ടേറ്റർ സ്പെക്ട്രമാണ്. ആ ലൈനെല്ലാം കുറച്ച് ഇടത്തോട്ട് മറന്നു നോക്കുക. നോൺ റിജിഡ് റൊട്ടേറ്ററിൻ്റെ സ്പെക്ട്രം ഇടത്തോട്ട് ലോവർ ഫ്രീക്വൻസി സൈഡിലേക്ക് മാറി നോക്കുക. 2B', 4B', 6B', 8B'. അപ്പോൾ അത് മാറുന്നത് കാണാൻ നമുക്ക്. ആ മാറ്റം തന്നെ ഈ ഹയർ ഫ്രീക്വൻസിയിലേക്ക് ചെല്ലുമ്പോൾ കൂടുതലായിട്ട് വരുന്നത് കാരണം ഷിഫ്റ്റിംഗ് ഇടത്തോട്ട് കൂടുതലായിരിക്കും. ആദ്യം ഷിഫ്റ്റിംഗ് വളരെ കുറവാണ്. ഈ നോൺ റിജിഡ് റൊട്ടേറ്ററിൻ്റെ സ്പെക്ട്രവും റിജിഡ് റൊട്ടേറ്ററിൻ്റെ സ്പെക്ട്രവും കമ്പൈൻ ചെയ്യുക, ലൈനുകൾ നോക്കുക. നമ്മൾ വലത്തോട്ട് ചെല്ലുന്നതോടെ ഷിഫ്റ്റിങ്
നോൺ റിജിഡ് റൊട്ടേറ്ററിന് ഇടത്തോട്ട് കാര്യമായിട്ട് കൂടുന്നത് കാണാം. അപ്പോൾ ആ പടത്തിൻ്റെ ഒരു ഇല്ലസ്ട്രേഷനാണ്, പടത്തിൻ്റെ ഒരു ഫുട് നോട്ടാണ് ഈ ലൈൻ. എന്താണ് ആ പടം എന്ന് കാണിക്കുകയാണ്. ഫിഗർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ എനർജി ലെവൽസ് ഓഫ് എ നോൺ റിജിഡ് റൊട്ടേറ്റർ കമ്പയർഡ് വിത്ത് എ റിജിഡ് റൊട്ടേറ്റർ. ഫിഗർ ഷോസ് frequency distribution of molecular energy levels of a non-rigid rotator compared with a rigid rotator. ഒരു റിജിഡ് റൊട്ടേറ്ററിൻ്റെയും നമ്മളിപ്പോൾ പഠിച്ച നോൺ റിജിഡ് റൊട്ടേറ്ററിൻ്റെയും സ്പെക്ട്രത്തിൻ്റെ റൊട്ടേഷൻ സ്പെക്ട്രത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. നോൺ റിജിഡ് റൊട്ടേറ്ററിന് ആ ഫ്രീക്വൻസി കുറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ലൈനുകളെല്ലാം ഒന്ന് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയാണ് ഇനി പറയുന്നത്. വാട്ട് ഈസ് സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ? നമ്മൾ ഫസ്റ്റ് പാർട്ടി പഠിച്ചതാണ്. സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ ഓഫ് എ ഡയറ്റമിക് മോളിക്യൂൾ ഗീവ് ഇറ്റ്സ് കോൺസിക്വൻസ്. 2 കൺസിക്വൻസാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് എ നോൺ റിജിഡ് റൊട്ടേറ്റർ. അപ്പോൾ ചുരുക്കി പറഞ്ഞോളണം ഇത് കംപ്ലീറ്റ്. ഓർ റൈറ്റ് എ നോട്ട് ഓൺ ബോണ്ട് ലെങ്ത് ആൻഡ് അറ്റോമിക് മാസസ് ഓഫ് എ ഡയറ്റമിക് മോളിക്യൂൾ. ബോണ്ട് ലെങ്ത് ആണ്, അറ്റോമിക് മാസ് എന്താണ്, അറ്റോമിക് മാസ് റെഡ്യൂസ്ഡ് മാസ് ഒക്കെ പറയണം. ബോണ്ട് ലെങ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചെറിയ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾ വിത്ത് യുവർ 34th lecture on paper 4 atomic and molecular physics. Thank you very much.